മോഡിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വിട്ട് PR-ന്റെ പിന്തുണയോടുകൂടി വർണ്ണപ്പൊലിമയുണ്ടാക്കി അതിലൂടെ തൻ്റെ വ്യക്തിപ്രഭാവവും പാർട്ടി പ്രഭാവവും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന ശൈലിയാണ് നരേന്ദ്രമോദി എടുത്തുപോന്നിട്ടുള്ളത്. അത് തന്നെയാണ് തൃശ്ശൂരും കാണിച്ചത്. പക്ഷേ കേരളത്തിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. തൻ്റെ PR വർക്ക് കൊണ്ടും വർണ്ണപ്പൊലിമ കൊണ്ടും വഞ്ചിച്ചെടുക്കാൻ കഴിയുന്ന ജനങ്ങളല്ല കേരളത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് പച്ച തൊടാതെ ഇവിടെ വിട്ടിട്ടുള്ളത്, എങ്ങനെയാണ് അവരെ പൂജ്യമാക്കി വിട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ BJP-യുടെ സങ്കല്പങ്ങളെ തകർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ അലയൻസ് വമ്പിച്ചോതുള്ള പെർഫോമൻസ്, കളർഫുൾ പെർഫോമൻസ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടത്തും. അത് നിരന്തരമായ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പരാജയങ്ങളെ പറ്റിയൊന്നും ഞാൻ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. നമുക്കെല്ലാം അറിയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പുലർത്തിപ്പോകുന്ന ഒരുപാട് പാരമ്പര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്ന് തകരുന്നു. ഓരോ ദിവസവും ഒരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിൻ്റെ നന്മ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നാടിൻ്റെ നന്മയ്ക്കൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നവഭാരത ശില്പികളായി നമുക്ക് നേതൃത്വം കൊടുക്കാനുണ്ടായിരുന്ന നേതാക്കന്മാർ, ആ നേതാക്കന്മാർ ഈ മണ്ണിൽ നട്ടുവെച്ചിട്ടുള്ള ചില സംഗതികളുണ്ട് മതേതരത്വത്തിൻ്റേത്. അതുകൊണ്ടാണ് ഇപ്പം നെഹ്റുവിയൻ ബ്ലഡ് എന്നൊക്കെ ഇവർ ഓരോരുത്തർ വിളിച്ചുകൊണ്ട് നെഹ്റുവിൻ്റെ പാരമ്പര്യത്തെ, മഹാത്മജിയുടെ പാരമ്പര്യത്തെ ഇത് ഉയർത്തി കാണിച്ച് ഇത്തരം സംഗതികൾക്കെതിരായി നിന്ന ആളുകളെ പ്രകീർത്തിക്കുന്ന വിധത്തിലേക്ക്, ചരിത്രം മാറ്റുന്ന വിധത്തിലേക്ക്, വിദ്യാഭ്യാസം ആവയത്താക്കുന്ന വിധത്തിലേക്ക് നീക്കം നടക്കുകയാണ്. ഇതൊക്കെ എന്തുണ്ടായിരുന്നാലും ശരി, ഒരു കാര്യം വ്യക്തമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ വളരെ വികാസം പ്രാപിക്കാൻ വേണ്ടി പോകുന്ന ഇന്ത്യ അലയൻസിനെ നരേന്ദ്രമോദി ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പാടിൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അലയൻസ് തീർച്ചയായിട്ടും ഭാവി ഉണ്ടാകും. ഉജ്ജ്വലമായ പെർഫോമൻസ് നടത്തുമെന്ന കാര്യത്തിൽ സംശയമല്ല. ഇത്രയധികം വഞ്ചനയോടുകൂടി കണ്ടിട്ടുള്ള ഒരു സമുദായത്തോട് വഞ്ചന കാണിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റിനെ നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയും. നമുക്കാകെ സമുദായത്തെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് മഹാറാലി സംഘടിപ്പിക്കും. പക്ഷെ പലസ്തീൻ റാലിയിൽ നെതന്യാഹുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അവിടെയും അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും സംസാരിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിക്കും. അതോടുകൂടി പലസ്തീൻ വിഷയത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് സമൂഹത്തിന് ബോധ്യമാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പണ്ട് EMS നമ്പൂതിരിപ്പാടും അതാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സദ്ദാം ഹുസൈന് പിന്തുണ പ്രഖ്യാപിച്ചാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ വോട്ടുകളും കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായം എപ്പോഴും വൈകാരികതയിൽ മാത്രം അഭിരമിക്കുന്നവരാണ് എന്ന ഒരു ധാരണയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഇനി ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ അത് മുഴുവൻ ഉണ്ടാക്കാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സംഘവും ശ്രമിക്കും. ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് ദേശീയ വിഷയങ്ങളിലായാലും പലസ്തീൻ വിഷയങ്ങളിലായാലും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിട്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി RSS-നെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇതുപോലെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയാൽ RSS-ന് സാധിക്കുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. RSS ഇത് കേൾക്കാൻ കാത്തിരിക്കുകയല്ലേ, BJP ഇത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു. കേരളത്തിന്റെ മാതൃകയിൽ ഇന്ത്യയിലാകമാനം സാമ്പത്തിക സംവരണം നടപ്പിലാക്കി BJP. ആ നിയമം വന്നപ്പോൾ കേരളത്തിൽ ആദ്യമായി എല്ലാ മേഖലകളിലും സാമ്പത്തിക സംവരണം നടപ്പിലാക്കി. അന്ന് CPM ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാമ്പത്തിക സംവരണം നടപ്പിലാക്കുന്നതിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് എന്തിനാണ് ഇത്ര വേവലാതി? നിങ്ങളുടേതൊന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. നഷ്ടപ്പെടുന്നില്ല എന്ന് ആര് പറഞ്ഞു?
ദളിതർക്ക് നഷ്ടപ്പെടുന്നില്ലേ? ആദിവാസികൾക്ക് നഷ്ടപ്പെടുന്നില്ലേ? ദളിത് ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് നഷ്ടമാകുന്നില്ലേ? എന്തിനാണ് സംവരണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നത്? സംവരണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണോ? ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന നിലക്കാണോ നമ്മുടെ രാജ്യത്ത് സംവരണം കൊണ്ടുവന്നത്? അങ്ങനെയല്ലല്ലോ. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം വേണം. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഇപ്പോൾ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തിയാൽ അവർക്ക് ആദ്യത്തെ മാസം ശമ്പളം കിട്ടുന്നതോടുകൂടി അവരുടെ സാമ്പത്തിക പ്രയാസത്തിന് പരിഹാരമാകില്ലേ? അവർക്ക് നാളുകളിൽ സാമ്പത്തികമായി ഉയർച്ച സംഭവിച്ചാൽ എന്താണ് അതിന് പ്രതിവിധി ഉണ്ടാവുക? സാമ്പത്തികമല്ല പ്രശ്നം, സാമൂഹികമാണ് പ്രശ്നം. എന്നാൽ സാമ്പത്തികമാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി CPM ഉം BJP യും.